ഇന്ന് ഞാനിവിടെ നല്ലൊരു കളർഫുൾ തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതുപോലെ നല്ല ടേസ്റ്റിയോടുകൂടി ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു തോരനാണ്. അപ്പം ഞാനിവിടെ പയറും ക്യാരറ്റും എടുത്തിട്ടുണ്ട്. തണുപ്പ് സമയം ആയിക്കഴിഞ്ഞാൽ പിന്നെ പയർ ഇഷ്ടം പോലെ മാർക്കറ്റിൽ കിട്ടും. ഞങ്ങൾക്കിവിടെ രണ്ട് രീതിയിലുള്ള പയർ കിട്ടും. നാടൻ പയറും പിന്നെ ഇതുപോലത്തെ പയറും. അപ്പം പയറും എടുത്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റ് ഞങ്ങൾക്ക് തീരെ കുറവാണ് ഇവിടെ മാർക്കറ്റിൽ കിട്ടുന്നത്. അല്ലാതെ ഇവിടുത്തെ ഈ അലുവ ഒക്കെ ഉണ്ടാക്കുന്ന ചുമന്ന ക്യാരറ്റ് ഇഷ്ടം പോലെ കിട്ടാറുണ്ട്. പക്ഷേ ഈ ഒരു മഞ്ഞ ക്യാരറ്റ് വളരെ കുറച്ച് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പം മാർക്കറ്റിൽ കണ്ടപ്പോൾ ഞാനൊന്ന് വാങ്ങി. അങ്ങനെ പയറും ക്യാരറ്റും കൂടെ നമുക്ക് തോരൻ വെക്കാനായിട്ട് ഇതെല്ലാം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായി അരിഞ്ഞെടുക്കണം. ഈ അരിഞ്ഞെടുക്കുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. ആരെങ്കിലും തന്നാൽ പെട്ടെന്ന് നമുക്ക് തോരൻ വെച്ച് കിട്ടും. പക്ഷേ അരിയാൻ ആരും നിൽക്കത്തില്ലല്ലോ. അപ്പം സ്വന്തമായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം. അരിഞ്ഞ് നമുക്കൊന്ന് തോരൻ വെക്കണം. അപ്പം നിങ്ങളിങ്ങനെ തോരൻ വെച്ച് കഴിച്ചിട്ടുണ്ടോ? പയറും ക്യാരറ്റും, അല്ലെങ്കിൽ ക്യാരറ്റ് ബീട്രൂട്ട് അങ്ങനെ മിക്സ് ആക്കിയുള്ള തോരനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ക്യാരറ്റ് നമുക്ക് അരിഞ്ഞെടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ചോപ്പറിനകത്തിട്ടൊന്ന് എടുക്കാവുന്ന കൊണ്ടാണ്. അങ്ങനെ ഞാൻ ക്യാരറ്റും ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോപ്പറിലിട്ട് കൊടുത്തതൊന്ന് അരിഞ്ഞെടുക്കാം. അങ്ങനെ ഞാൻ ഇത് ക്യാരറ്റും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക്, സവാള, ഉള്ളി കൂടി ചേർത്ത് കൊടുത്ത്, പിന്നെ തോരന് വേണ്ടത് തേങ്ങ അതുകൂടി ചേർത്ത്, പിന്നെ ഇച്ചിരി കറിവേപ്പിലയും മഞ്ഞൾപ്പൊടി ഉപ്പുപൊടിയൊക്കെ ചേർത്ത് നമുക്ക് തോരൻ വെക്കാം. എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഞാനൊരു കളർഫുള്ളായിട്ടൊരു തോരൻ വെച്ചപ്പോൾ ഒന്ന് വീഡിയോ പിടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് ഞാൻ സവാള ഉള്ളി ചേർത്ത് കൊടുത്തു, പച്ചമുളക് ചേർത്തു, പിന്നെ ഉപ്പ്, മഞ്ഞൾ, പിന്നെ തേങ്ങ കൂടി ചേർത്ത്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് കൈകൊണ്ട് മിക്സാക്കി എടുക്കണം. ഞാൻ ക്യാരറ്റ് മൊത്തം ഇതിനകത്ത് ചേർത്തില്ല, കാരണം ഞാൻ എടുത്ത പാത്രം ചെറുതായിപ്പോയി. അപ്പം ഞാൻ അടുപ്പയിൽ വെച്ച് ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കടുകിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച പയറും ക്യാരറ്റും ഒക്കെ ചേർത്തിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റ് കൂടി ചേർക്കാനുണ്ട് ഇതിനകത്ത്. അത് ചോപ്പറിനകത്തിരിക്കുകയാണ്. നമ്മൾ ചോപ്പ് ചെയ്ത ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുത്തു. എനിക്ക് തോന്നുന്നു പയറിനെക്കാട്ടിലും കൂടുതൽ ക്യാരറ്റായിപ്പോയി. കുഴപ്പമില്ല, നല്ല ടേസ്റ്റോടെ കഴിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ഇതെല്ലാം ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണമെന്ന് അടച്ച് വെച്ച് ആവിയിൽ വേവിച്ചെടുത്താൽ മാത്രം മതി. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള സൂപ്പർ ടേസ്റ്റിയിൽ നല്ല തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതുപോലെ ചെറിയ വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കേ.